അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എന്തെങ്കിലും പറയണോ? അങ്ങനെ ഞങ്ങൾ മെർലിൻ വരാൻ ലേറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ബാഗൊക്കെ വണ്ടിക്കകത്ത് ലോഡ് ചെയ്തു. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങുകയാണ്. 2 മണിന്ന് പറഞ്ഞ് 3 മണിയായപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് കൾപ്രിറ്റ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പെൺപിള്ളേരെല്ലാം കൂടെ ഇവിടെ പോവാന്നല്ലേ? പെൺപിള്ളേരല്ല, ഞങ്ങളെ കറക്റ്റ് ചെയ്തായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി. ഗേൾസ് ട്രിപ്പ് അല്ല, വുമൻസ് ട്രിപ്പ് എന്നും പറഞ്ഞു. എനിവേ, ഗേൾസ് ആണെങ്കിലും വുമൺ ആണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ ബിസി വർക്ക് സ്കെഡ്യൂളിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ഒരു ജസ്റ്റ് ഒരു നൈറ്റ് ഔട്ട്, അതാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന കാരവാൻ. So taking beautiful place, beautiful caravan park ആണ്. നമ്മൾ സൈഡ് ഡോറിൽ കൂടാണ് ഇതിനകത്ത് കയറുന്നത്. വൈഫൈ ഉണ്ട്. വി കൻ ലുക്ക് അറ്റ് ഇറ്റ്. അവിടെ ലിസ്റ്റിനകത്ത് നോക്കിയാൽ കാണാം. ഓക്കെ, ആ സോഫ ഇവിടെ ഞാൻ വോക്കിൽ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. അത് ഇവിടെ വന്നതിന്റെ സന്തോഷമാണ്. അപ്പൊ ഇതാണ് BNBയുടെ TV ഉണ്ട്, ലോഞ്ച് ഉണ്ട്, കിച്ചണകത്ത് മൈക്രോവേവ് ഉണ്ട്. കിച്ചണിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയുള്ള ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അതിനകത്ത് ഷവർ ആൻഡ് ടോയ്ലറ്റ് ആണ്. പിന്നെ ഒരു ട്വിൻ ബെഡ്റൂം, അതിനകത്ത് 2 സിംഗിൾ ബെഡ്, പിന്നെ ഒരു ഡബിൾ ബെഡ്. നമ്മൾ 5 ആൾക്കാർക്കുള്ള സ്ലീപ്പ് പറഞ്ഞുകൊണ്ട് അവരൊരു സോഫ ബെഡും കൂടെ അവിടെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 5 പേർക്കുള്ള ഒരു ബെഡിങ് അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ അവർ ചെയ്തിരുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് സമയം അറിയാമോ? 6:50. ഓവനകത്ത് അത് എടുത്തോണ്ട് വരണ്ടായ. അങ്ങനെ ഞങ്ങൾ വന്ന പാടെ ഞങ്ങളുടെ വണ്ടിക്കകത്തുനിന്ന് സാധനങ്ങളെല്ലാം ഇറക്കി. അതിനിടയ്ക്ക് കുറേ റീലും കാര്യങ്ങളും ഒക്കെ ചെയ്തു കേട്ടോ. അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടു കാണും. ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ഡിന്നറിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചിക്കനും ഫിഷും ഒക്കെ മാരിനേറ്റ് ചെയ്തുകൊണ്ട് വന്നു. അപ്പം വെളിയിൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പേ ചിക്കൻ എല്ലാം ഗ്രില്ല് ചെയ്യാൻ വെക്കണം. അതെല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം പോയിട്ട് വന്നാലാണ് ഞങ്ങൾക്ക് ഫർദർ പ്ലാൻസ് ഉണ്ട്. ഈവനിങ് ഞങ്ങൾ മെർലിന് വേണ്ടി ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കത് അറിയത്തില്ല. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കേക്ക് മേടിക്കാൻ മറന്നുപോയെന്നാണ്. പാർട്ട് ഓഫ് ദിസ് വിസിറ്റ് ഇസ് മെർലിൻസ് ബർത്ത്ഡേ അടുത്ത ദിവസം. സോ ഞങ്ങൾ അതും കൂടെ സെലിബ്രേറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഇവിടെ വന്നത്. സോ ഞങ്ങൾ ചിക്കൻ എല്ലാം ഗ്രില്ല് ചെയ്യാൻ വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടംപോലെ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കഴിക്കുക. അപ്പോൾ ഞങ്ങൾ വന്ന് സെറ്റിലായി. ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ച് ഇനിയിപ്പോൾ ഞങ്ങളിവിടെ ആർക്കേഡും സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പൊ റനി, ഇഷ്ടപ്പെട്ടോ ഇവിടെ ഒക്കെ? പിന്നെ എന്താ നിന്റെ ഒരു മനസ്സിലെ ഒരു വികാരം, ഇപ്പോ ഒരു ഇമോഷൻ? ഭയങ്കര ഫ്രീ ആയി ഞാൻ. ലൈക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു, വർക്ക് ലോഡ്, പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം. ഓ ഗോഡ്, ഇപ്പൊ ആണെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് അവരെയൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നതായിട്ടൊരു ഫീൽ എനിക്കുണ്ടായി. അതെ, നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു അല്ലേ, 12 hours ലോങ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നു. നമുക്ക് വേണ്ടി നമ്മളൊരു ടൈം കണ്ടുപിടിക്കുന്നില്ല. അതായത് ഞങ്ങളങ്ങനെ എന്താ പറയുന്നത്, ഒത്തിരി നാളത്തെ പ്ലാനിങ് ഒന്നും ഇല്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു കോൺഫറൻസിന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയപ്പോൾ ബസ്സിലിരുന്ന് ഇങ്ങനെ ഒന്ന് ഡിസൈഡ് ചെയ്തതാണ് ഒരു ട്രിപ്പ് പോയാലോ എന്ന്. ലിജിനെ, ഇതിന് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴേ വീട്ടിൽ അവതരിപ്പിച്ചപ്പം ഓക്കെ ആയിരുന്നോ? വീട്ടിൽ അങ്ങനെ വലുതായിട്ട് അവതരിപ്പിക്കേണ്ടി വന്നില്ലേക്ക്. അവർക്കൊക്കെ ഫിനിബ്രോയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ആൾക്കാർ നമ്മളിങ്ങനെ നമ്മുടെ ഓൺ ടൈം ഒക്കെ കണ്ടെത്തി ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്, റിലാക്സ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലൊരു സമാധാനം കിട്ടുമല്ലോ. എനിക്ക് തോന്നുന്നു അവരെല്ലാം ഇപ്പൊ പാർട്ടിങ് ആയിരിക്കും, പെണ്ണുങ്ങളെല്ലാം പോയതിന്റെ സന്തോഷത്തിലായിരിക്കും. എങ്ങനെയുണ്ട് നമ്മൾ ഈ വന്ന സ്ഥലം? ലൈക്ക് ഇറ്റ്? സൂപ്പർ, ലവ്ലി. റിലാക്സേഷൻ റിയലി നല്ലതാ. നമ്മുടെ കൂടെ വൈബുള്ള ആൾക്കാരുടെ കൂടെ വന്ന് സൂപ്പർ. സെലിൻ, നമ്മുടെ ഒരു ഫസ്റ്റ് വെഞ്ചറാണ് ഗേൾസ് ട്രിപ്പ്. വാട്ട് യു തിങ്ക്? ഇനിയും ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യുമോ? അത് സെലിന് ഇനിയും വരുമോ? ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യും. ഇങ്ങനെ ചെറിയ ലോക്കൽ ട്രിപ്പിനെക്കാട്ടിലും കൂടുതൽ അടുത്ത പ്രാവശ്യം പ്രോബബ്ലി നമുക്ക് എന്തെങ്കിലും ഇൻ്റർനാഷണൽ ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്യാം. ബിക്കോസ്
നമുക്കൊരു ടൈം ഓഫ് വേണം. നമ്മുടെ ആ സ്ട്രെസ്ഫുൾ ലൈഫിൽ നമുക്കൊരു ടൈം ഓഫ് വേണം. ഒരു ഇവിടെ ഒരു ആർക്കേഡും പൂളും ഒക്കെ ഉണ്ട്, അങ്ങോട്ടൊന്ന് പോവുക. ഫൈനലി ഞങ്ങൾ കണ്ടുപിടിച്ചു. ഒത്തിരി ഇതിന് ചുറ്റും നടന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. സ്വിമ്മിംഗ് പൂൾ വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലോക്കലി നടക്കാൻ പോവുക. അപ്പം ഞങ്ങളെ കണ്ടാലേ പറയുമല്ലേ ഞങ്ങൾ ലോക്കലി നടക്കാൻ പോവുക, സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മൊക്കെ ചെയ്തിട്ടാണ് വന്ന്. അതേ കോലമാണ്. കാരണം 5 മണിക്ക് സ്വിമ്മിംഗ് പൂളും ആർക്കേഡും അടച്ചു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ 5:30 ഞങ്ങൾ ചിക്കനൊക്കെ വേവിച്ച് എല്ലാം വന്നപ്പോഴത്തേന് സ്വിമ്മിംഗ് പൂൾ അതിൻ്റെ പാട്ടിന് അടച്ചിട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾ അമ്പാടിന് ആലപ്പുഴയ്ക്ക് പോയ പോലുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ ഞങ്ങൾ വിടുവോ, ഞങ്ങൾ അടുത്ത റീലിനുള്ള പരിപാടികൾ സെറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇതൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. ഞങ്ങൾ വന്നു പോയിട്ട് ഇനിയിപ്പം അടുത്ത സെഷൻ പുറത്ത് പോകുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോ സെഷൻസ് ആണ്. മറ്റേ ഇതാണോ ചുമ്മാ ഞങ്ങളിനി ഒരു ഞങ്ങളിനി കോപ്പി പോവാ. ഞങ്ങൾ അല്ല ഞാൻ ഇത്ര നേരം ഇവിടെയൊക്കെ നടന്നു. ഇനി ഞങ്ങൾ പ്ലേസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇങ്ങനെ വായി നോക്കി പ്ലാൻ ചെയ്യാൻ ഏറ്റവും പൂറായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ ചുമ്മാ വെളിയിലോട്ട് ഇറങ്ങിയതാ. Birthday to you, happy birthday to you, happy birthday dear Merlin, happy birthday to you. ഇവിടുന്ന് കണ്ട തിരിയണ്ടേ കേട്ടോ. അപ്പോ ഞങ്ങളെല്ലാരും പിജാമസ് ഒക്കെ ഇട്ട് ഹലോ കിറ്റി അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് ചിക്കനുണ്ട്, ഗാർലിക് ബ്രെഡ് ഉണ്ട്, ഫിഷ് ഉണ്ട്, സാലഡ് ഉണ്ട്, യോഗട്ട് ഉണ്ട്, പിന്നെ കൊക്കക്കോള. നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ നിന്ന് എന്തോ ചെയ്യുമെന്നല്ലേ. ഒരാൾ ഒരു റീൽ ഉണ്ടാക്കും, അത് എല്ലാവരും കൂടെ വാട്സപ്പ് സ്റ്റേറ്റസ് ഇടും, നിരത്തി പിടിച്ച് ആൾക്കാരെ വെറുപ്പിക്കാൻ. അതാണ് ഞങ്ങളുടെ മെയിൻ ഹോബി. ഭയങ്കര ഗ്ലോ ആണല്ലോ. എന്താ അതിന്റെ പുറകിലത്തെ സീക്രട്ട്? It's nothing, just few natural things. Vitamin E capsules, aloe vera gel, glycerin and rose water. Just Wow. mix it together and apply it. It's a homemade serum, is it? Yeah, it's really good. Guys, watch out the recipe.
അങ്ങനെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഉറങ്ങാനൊന്നും ഞങ്ങൾക്ക് പ്ലാനില്ല. ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. പ്ലേയിങ് ഊനോ കാർഡ്സ് പ്ലേ ചെയ്യാൻ എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഞങ്ങൾ പോയതല്ലേ. നിങ്ങൾ ഓർക്കും ഒരേപോലത്തെ പജാമ, കളിക്കാനുള്ള കാര്യങ്ങൾ. ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ അധികം സമയമില്ലെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ 1-2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഇത്രയും ഒക്കെ പ്ലാൻ ചെയ്തു. കാണുന്നവരോർക്കും ഞങ്ങൾ 1 വർഷമായിട്ട് പ്ലാൻ ചെയ്തതായി ട്രിപ്പ് എന്ന്. അതൊന്നും അല്ല കേട്ടോ. ഓക്കെ, ഞങ്ങളപ്പോൾ അതെല്ലാം കളിച്ച് ഒരു രാത്രി ഒരു 1-1:30 വരെ ഞങ്ങൾ കളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറേ റീലും കാര്യങ്ങളും ഒക്കെ എടുത്തു. കുറേ പ്രൈവറ്റ് റീൽസും പബ്ലിക് റീൽസും അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ കളി അറിയാൻ വയ്യാത്തൊരു കളി പഠിപ്പിച്ചു, കളിച്ചു, പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെയൊക്കെ ഞങ്ങൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തു. അതൊരു ക്വാളിറ്റി ടൈമായിരുന്നു. കാരണം ഇപ്പം ഞങ്ങൾ ഈ 5 പേരെ കാണുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കും ഈ ഗ്യാങ് എങ്ങനെ വന്നു എന്ന്. ഞങ്ങൾ ഔട്ട്സൈഡ്, ഞങ്ങൾ പലരും പല സെക്ടറിൽ വർക്ക് ചെയ്യുന്ന, ഹോസ്പിറ്റൽ ഓഫ് കോഴ്സ്, പക്ഷേ പല ഡിപ്പാർട്ട്മെൻറ്റിൽ പല ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഒരു ചർച്ചിൽ പോകുന്നവരാണ്. എങ്കിലും നോബഡി വിൽ പുട്ട് us ടുഗെദർ. അങ്ങനത്തെ ഒരു ഗ്യാങ് ആണ്. ഇതെങ്ങനെ ഇവോൾവ് ആയെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. അതുപോലത്തെ ഒരു ഗ്യാങ് ആണ്. ബട്ട് ഇറ്റ് വാസ് എ റിയലി ഗുഡ് നൈറ്റ്. പിന്നെ ഞങ്ങൾ ഒരു 1:30-2 ആയപ്പോഴത്തേന് കിടക്കാൻ പോയി. 2 മുറി ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാം ഒറ്റ മുറിയിൽ ഇരുന്നു ലൈക്ക് കിടക്കാൻ റെഡിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തു. പിന്നെ റെസ്റ്റ് ഓഫ് ദി നൈറ്റ് പിന്നെ 1-2 റീൽ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കിടക്കാൻ പോയി. സമയം രാത്രി 2:30. ഇപ്പോൾ റീലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഉറങ്ങാൻ പോവാം. 2 പേര് ഫ്ലാറ്റായി. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാം. ബൈ. ഗുഡ് നൈറ്റ്.